ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ ഇതിലെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കിട്ടിയ കാർഡ് ദ ഹൈ പ്രിസ്റ്റസ്. നിങ്ങളിൽ ആരൊക്കെയോ ദേവി ഭക്തരുണ്ട്. അവർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ദേവിയുടെ അദൃശ്യമായ സംരക്ഷണം ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നല്ലവരാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മറഞ്ഞിരുന്ന ഏതോ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു. ദ ഹെർമിറ്റ് ഇതുവരെ നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ജീവിച്ചത് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെന്ത് പറഞ്ഞാലും ആരും നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് പക്വത ലഭിക്കാനാണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏത് വഴിക്ക് നിങ്ങൾ സഞ്ചരിക്കണമെന്ന്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ. സെവൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ ചെയ്തു വെച്ച ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു. അത് റിലേഷൻഷിപ്പായാലും ഫിനാൻഷ്യലായാലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി അതിനുള്ള സമയമാണ്. അടുത്ത കാർഡ് എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ സൈലൻ്റായിട്ട് വർക്ക് ചെയ്തത് യൂണിവേഴ്സ് കണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഇൻകം ലഭിക്കുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അടുത്ത കാർഡ് ഫോർ ഓഫ് കപ്സ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് മുൻപെങ്ങോ എന്തോ അവസരം തന്ന് നിങ്ങളത് മിസ്സാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടി അത് ഒരു തവണ കൂടി അത് യൂണിവേഴ്സ് ഓഫർ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അത് മനസ്സ് തുറന്ന് സ്വീകരിക്കാനാണ് പറയുന്നത്. അടുത്ത കാർഡ് ദ എംപറർ. നിങ്ങൾ ഇതുവരെ ആരെയൊക്കെയോ ആശ്രയിച്ചാണ് ജീവിച്ചത്. എന്നാൽ ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു. നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ളൊരു ജോലി ലഭിക്കുന്നു. നാലാളോട് പറയാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ജോലി ലഭിക്കുന്നു. അതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്നു എന്നാണ് കാണിക്കുന്നത്.